നമസ്കാരം. ഞാൻ ആദ്യമായി ഇവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് സിനിമാ താരങ്ങളെയാണ്. പ്രിയം എന്ന സിനിമയിലൂടെ നമുക്കെല്ലാവർക്കും സുപരിചിതമായി മാറിയ ബേബി മഞ്ജിമ. ഞങ്ങൾ ഒറ്റയ്ക്കല്ല ചാച്ച, ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട് ചാച്ച. ചാച്ചനെ കൂടെ കൊണ്ടുപോകങ്ങളെ. അടുത്തതായി ദശാവതാരം എന്ന സിനിമയിലെ കമൽഹാസൻ്റെ ഇൻസ്പെക്ടർ ബൽറാം നായിഡു എന്ന കഥാപാത്രം. MSc, BSc, PhD ബയോളജി ഒരുപാട് ഡിഗ്രീസ് ഉണ്ടല്ലോ. നീ എന്ത് വന്ന് സയൻറ്റിഫിക് ടെററിസ്റ്റോ അതോ ടെറിഫിക് സയൻറ്റിസ്റ്റോ? ഇതിൻ്റെ ലൈറ്റെല്ലാം മോഫ്റ്റസ് എന്തേ? വന്നിരിക്കുന്നവൻ ക്രിമിനൽ ജസ് എന്തേന്ന് കൊല്ലം ജസ് എന്ന് മുഖം കണ്ടാലല്ലേ തിരിച്ചറിയൂ. ലൈറ്റെല്ലാം ഓൺ പണിട്ട് ഇവിടെ തന്നെ ഫസ്റ്റ് ലൈൻ നടക്കുന്നുണ്ടോ? അടുത്തതായിട്ട് ശ്രീ ശശി കല്ലിംഗ. ഒന്ന് രണ്ടെണ്ണം കൊള്ളാം. എടാ, ഇന്നാണ് നൊമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിൻ്റെ അച്ഛൻ രമേശനാണോ സതീശനാണോ എന്നറിയാം. എടാ, നിന്നോട് ഞാൻ പച്ചക്കുളറെ ചുമന്ന മുത്തപ്പിടിപ്പിച്ച പാട്ടി പേരെടുക്കാനല്ലടാ പറഞ്ഞത്. അടുത്തതായിട്ട് ബേബി ശാലിനി. ഈ പോലീസെങ്കിൽ ഈ കേട്ട് ഒന്ന് തോന്നേരോ? എന്തിനാ മോളെ? കേത് പറഞ്ഞിട്ടാ, പ്ലീസ്. നല്ല പോലീസെങ്കിലെ ഒന്ന് തോന്നേരോ? ആരാ മോളെ ഗീതു? ഞാൻ തന്നെയാ. അടുത്തതായിട്ട് വിനയ് ഫോർട്ട്. ചേച്ചിക്ക് രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് എഴുന്നേറ്റ് ഒരു 4 കിലോമീറ്റർ ഓടാൻ പറ്റുമോ? ഓടി നീക്ക് 14-ാം ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ് ലഭിക്കും. പിന്നെ സാറേ, എൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാലേ, എൻ്റെ തലയിലില്ലേ മുടി വളരണില്ല. അപ്പം ഞാനത് വിഗ് വെച്ചാൽ ഡിങ്കോൾഫി ആവുമോ? അടുത്തതായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. പിന്നെ ഈ മഞ്ഞ വൃത്ത വായിച്ച എല്ലാവർക്കും എല്ലാം മഞ്ഞയാണ് തോന്നുള്ളൂ. അതുകൊണ്ട് മഞ്ഞ എവിടെയുണ്ടോ ആ മഞ്ഞയ്ക്ക് വേണ്ടി ഞങ്ങൾ കൂടുതൽ സഹകരിക്കുന്നതാണ്. അടുത്തതായിട്ട് ശ്രീ മൊട്ട രാജേന്ദ്രൻ. വണക്കിருக்க എല്ലാവർക്കും വണക്കം. അപ്പോൾ അമ്മ ഞാൻ വന്ന മൊട്ട രാജേന്ദ്ര. എല്ലാവർക്കും വണക്കം. இந்த പെർഫോമൻസിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്ദി നന്ദി. അടുത്തതായിട്ട് അത് ട്രെയിൻ വന്ന് പാസ് ചെയ്ത് പ്ലാറ്റ്ഫോമിലൂടെ കടന്നു പോകുന്നതായിട്ട്. അടുത്തതായിട്ട് ഹോഴ്സിൻ്റെ സൗണ്ട്. അടുത്തതായിട്ട് അവസാനമായി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാർ റേസിങ്ങിൻ്റെ സൗണ്ടാണ്. ശ്രമിക്കുകയാണ്.